ഹലോ മൈ ജിയംസ്. സോ നമ്മൾ എത്തിയിരിക്കുന്നത് യുവർ ലൈൻ ഏപ്രിലിന്റെ സീസൺ 1 എപ്പിസോഡ് 4 എക്സ്പ്ലനേഷനുമായിട്ടാണ്. കൂടുതൽ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഓഡിറ്റോറിയത്തിൽ വരുന്നതല്ലേ കാണിച്ചത്. അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ എത്താറായിട്ടുണ്ട്. സുബാക്കി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് വരുന്നതാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. സോ പുറകിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ ആര്യമാണ് ഇരിക്കുന്നത്. സോ അപ്പൊ സുബാക്കി ഇങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോ നമ്മുടെ ആര്യമ അവിടെ നിന്ന് തെറിച്ച് വീഴുകയാണ്. അവൻ വീണതുപോലെ ശ്രദ്ധിക്കാതെ അവനെ വലിച്ചെടുത്തോണ്ട് നമ്മുടെ കോരി കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആര്യയുടെ കാലില് ഒരു ഷൂ മാത്രമുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടുപിടിച്ച അവള് ഉടനെ വട്ടാരിയുടെ കയ്യിലൊരു ഷൂ ഉണ്ട്. സോ അവന്റെ ഷൂ വാങ്ങിച്ചിട്ട് ഇട്ടോണ്ട് പോവുകയാണ്. അവിടെ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ. ഇനി കുറച്ച് ടൈം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. സോ ആ ടൈം കൊണ്ട് അവൻ നോട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കോരി വന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ പുതിയ ഡ്രസ്സാണ് എന്നെ കാണാൻ കൊള്ളാമോ എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മുടെ ആര്യയോട് ഒന്ന് ചോദിക്കുകയാണ്. ആര്യം വേണമെങ്കിൽ മൈൻഡ് പുള്ളി ചെയ്യുന്നില്ല. അവൻ ഇങ്ങനെ ഇതിലോട്ടൊക്കെ മുഴുകിയിരിക്കുകയാണ്. കാരണം അവന് നല്ല പേടിയുണ്ട്. സോ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് പറയാം, നമ്മുടെ കോരിക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. അവളെ ഒരു വൈബില് സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവള് അപ്പോ ആ പ്രസന്റ് ടൈമിൽ എങ്ങനെ എൻജോയ് ചെയ്യണം അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവള്. പക്ഷെ ഈ ടൈമിൽ നമ്മളുടെ ആരും എങ്ങനെയാണ് ഫുൾ ആയിട്ട് ടെൻഷനും പേടിയാണ്. സോ അത് കാരണമാണ് അവന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയത്. ഇതിന് കാരണം ആരാണ്? അവന്റെ ഒരു പാരന്റിങ് ആണ്, അവന്റെ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമാസ് ആണ്. ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ആവില്ലല്ലോ. അതിപ്പോ റിയലി ഒരു ഹ്യൂമൻ ആയിരുന്നാൽ പോലും അവന് ഇങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ യെസ് അതെല്ലാം മാക്സിമം പാരന്റ്സിൽ നിന്നായിരിക്കും. ഞാൻ എല്ലാ പാരന്റ്സിനും പറയുന്നില്ല, നല്ല നല്ല പാരന്റ്സും ഉണ്ട്. ഈ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന പല സംഭവങ്ങളുമായിരിക്കും. ആ പറഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു, ടോപ്പിക് മാറിപ്പോകുന്നു. സോ നമുക്ക് തിരിച്ചു വരാം. ഇത് കോരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ അവ ഈ നോട്ട് ഇങ്ങനെ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നത് കോരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കോരി വയറ്റാടിയെന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ കോരി വന്ന കാര്യം. ഈ സൗണ്ട് കേട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഞെട്ടി എന്തോ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞ് നോക്കുകയാണ്. കാരണം അടി അത്ര പവർഫുൾ ആയിട്ടുള്ള അടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആര്യമ എന്തോ പറയാൻ വരുന്നുണ്ട്. അതുപോലും പറയാൻ വിടാതെ കോരി അവന്റെ മോൻ ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്. നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ലിറിക്സ് നീ ഇപ്പോഴും നല്ല കാണുന്നത്, നീ പണ്ടേ കാണുന്നതല്ലേ, നീ ഒരുപാട് നാളത് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല കൂടെ ഞാനും ഉണ്ട്, ഞാനും വയലിൻ വായിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിനക്ക് ഉറപ്പായിട്ടും പറ്റും എന്ന് അവൾ പറയുകയാണ്. സോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ വേറൊരാൾ ഒരു ഇൻചാർജ് ആണെന്ന് തോന്നുന്നു. സോ അദ്ദേഹം വന്നിട്ട് പറയുകയാണ് ഇനി അടുത്ത പ്ലേ ചെയ്യാനുള്ള നിങ്ങളാണെന്ന് പറയുകയാണ്. അപ്പൊ ഗോസയും കോറയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഗൈസ് എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോസയെന്നും പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹാരിമെന്നും പറയുന്നുണ്ട്. സോ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആര്യമ്മയാണ്. കാരണം ഇവന്റെ ഫുൾ നെയിം എന്താണ്? കോസ ആര്യമ്മയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ആര്യമെന്നും പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കോസ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്, രണ്ടും ഒരാൾ തന്നെയാണ് കേട്ടാ. അപ്പൊ ഞാൻ ഇനി തൊട്ട് ആര്യമെന്ന് മാത്രമേ വിളിക്കുള്ളൂ കേട്ടാ, കോസ എന്ന് ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ടായി പോകും. സോ അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അവള് കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. സോ അവനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴാണ് അവൻ ആശ്ചര്യത്തോടെ കോറയെ നോക്കുകയാണ്. അവൻ ആശ്ചര്യത്തോടെ കോറയെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും അവന്റെ അമ്മ പറഞ്ഞ കാര്യം നമ്മളെ ഓർമ്മ വരുന്നത്. നീ നിന്റെ ലിറിക്സ് ബുക്കിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ വായിക്കാവൂ, അല്ലാതെ വേറെ ഒന്നും നിന്റെ മൈൻഡിൽ തോന്നുന്നു വായിക്കരുത് എന്നാണ് അവന്റെ അമ്മ പറഞ്ഞ് അവനെ വളർത്തിയത്. പക്ഷേ കോറ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവള് ലിറിക്സ് ഒന്നും നോക്കില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ പുതിയ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവള് തന്നെ അത് ഫ്രീ ആയിട്ട് വായിക്കും. സോ അങ്ങനെ ഓടിക്കൊണ്ട സമയത്ത് തന്നെ അവൻ ഇത്രയും ആലോചിച്ചിട്ട് അവൻ പറയുന്നത് നീ ഭയങ്കര ഫ്രീഡം ആയിട്ടുള്ള ഒരു ഗേളാണെന്ന് അവൻ പറയുകയാണ്. അപ്പൊ അവളോട് നിന്നിട്ട് ആരും തിരിച്ച് മറുപടി പറയുകയാണ്, ഞാനല്ലേ എനിക്കിവിടെ ഫ്രീഡം തരുന്നത്, എന്റെ മ്യൂസിക് ആണ് എനിക്ക് ഫ്രീഡം എന്നവള് പറയുകയാണ്. സോ അങ്ങനെ ഇവര് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വട്ടാരിയും ഉണ്ട്, സുബാക്കി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആര്യമ വരുന്നത് ഈ ഓഡിയൻസിൽ പണ്ടേ ആര്യമ ആരാളത് അറിയായിരുന്നു. സോ ആരും വേണ്ടി വായിക്കാന്നുള്ളതല്ലേ പറഞ്ഞ വീണ്ടും അവൻ വന്നോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്ചര്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ട് ആ ഒരു ചെയർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അവന്റെ പൊക്കത്തിനനുസരിച്ച് അവൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ടെൻഷനായിട്ടാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് ചെയ്യുന്നില്ല അവൻ. അപ്പൊ നമ്മുടെ കോരി പറയുകയാണ് നീ എന്തോ ചെയ്യണം, നീ പെട്ടെന്ന് ചെയ്താണ്, ടൈം ഇല്ലെന്ന് പറയുകയാണ്. അപ്പം അവൻ രണ്ട് കൈ വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം അവൻ ഫുള്ളി പ്രിപ്പയർഡ് അല്ല ഇപ്പോഴും. അങ്ങനെ രണ്ടുപേരും ചേർന്ന് മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരാൾ വയലിൻ വായിക്കുന്നു, ഒരാൾ പിയാനോ വായിക്കുന്നു. രണ്ടുപേരും സ്റ്റാർട്ടിങ്ങില് നന്നായിട്ട് തന്നെ വായിക്കുകയാണ്. വേറെ മിസ്റ്റേക്ക് ഒന്നും പറയാനില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടും സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് ആണ് വായിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നമ്മളുടെ കോരയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സോ അതേ ടൈമിൽ അതേ ഫാസ്റ്റിൽ നമ്മളുടെ ആരുമയെ വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര കോമ്പറ്റീഷൻ കണക്കാണ് രണ്ടുപേരും വായിക്കുന്നത്. ഓഡിയൻസ് എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അത്. സോ ആരും ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായിട്ട് അവന്റെ അമ്മ ഇരുന്ന് നോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് തോന്നി പെട്ടെന്ന് ആ നോട്ടിലുണ്ടായിരുന്ന ആ ലിറിക്സ് എല്ലാം അത് മാഞ്ഞു പോകാൻ അല്ലെങ്കിൽ വാനിഷ് ആയി പോകാൻ, ഡിസപ്പിയർ ആയി പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എന്തോ ഒരു ഓഷന്റെ അകത്ത്, ഒരു കടലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അവൻ ആയതുപോലെ, പെട്ടുപോയതുപോലെ, അവിടെ ഇരുന്ന് വായിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യുകയാണ്. അവന്റെ ഉള്ളിൽ തന്നെ പറയാൻ എന്നോട് പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ വായിക്കുന്നു, എന്നോട് പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൻ തന്നെ അവനോട് പറയുകയാണ്. സോ അത് അവന്റെ റിയൽ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുകയാണ്. കാരണം ഇത് ഇത്രയും അവന്റെ മൈൻഡിൽ നടക്കുന്നതാണ്. അവന്റെ മനസ്സ് ഫുള്ളായിട്ട് കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് വായിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഓഡിയൻസിനും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് നന്നായിട്ട് വായിച്ചിട്ടുന്ന പയ്യനല്ലേ ഇപ്പൊ എന്ത് പറ്റി, ഒരുമാതിരി വേർഡായിട്ട് വായിക്കുന്നു എന്ന് പറഞ്ഞ് ഓഡിയൻസ് ആശ്ചര്യത്തോടെ
നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പം പോലും ആരിമ വായിക്കുന്നു നിർത്തിയിട്ടേ ഇല്ല. അവൻ തെറ്റാണ് വായിച്ചിട്ടുണ്ടെങ്കിലും ആ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവൻ വായിക്കും തോറും ആ ഡീപ്പ് പോർഷനിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അവൻ ആ സൗണ്ട് ഫുള്ളി ഫെയ്ഡായി പോകുമ്പോഴാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവന് ഇനി പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ വായിക്കുന്നത് നിർത്തുകയാണ്. സോ പെട്ടെന്ന് കോറി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ കോറി നിർത്തിയില്ല. കോറി കുറച്ചും കൂടെ വായിച്ചതിന് ശേഷമാണ് നിർത്തുന്നത്. കോറി അപ്പൊ കുറച്ചു നേരം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കോറി അവനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, നമ്മളെ കൊണ്ട് വീണ്ടും പറ്റും, നീ വീണ്ടും ട്രൈ ചെയ്യാം, നമുക്ക് ഒന്നേന്ന് വായിക്കാം എന്ന് നമ്മളുടെ ആരിമയോട് കോറി പറയുകയാണ്. സോ അങ്ങനെ വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവൻ വീണ്ടും വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു കടലിന്റെ ഒരു അവസ്ഥ തന്നെ ഇപ്പോഴും. അവൻ എപ്പോൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അവന് ഫുള്ള് ആ ഒരു കടലിലേക്ക് അവൻ ഡിസോൾവ് ആയി പോകുന്ന, അല്ലെങ്കിൽ കടലിന്റെ ഉള്ളിലേക്ക് അവൻ പോകുന്ന രീതിയിലുള്ള ഫീലിംഗ് ആണ് അവൻ ഇപ്പോഴും ഉള്ളത്. സോ അതുകൊണ്ട് അവൻ ഇപ്പൊ ആലോചിക്കുന്നത്, ഇത്രയും നേരം ആലോചിച്ചത് എന്താണ്, അവന്റെ അമ്മ, ആ ഒരു ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമയിൽ ഇത്ര ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഈ ഒരു നിമിഷം തൊട്ട് അവൻ ആലോചിക്കുന്നത് നമ്മുടെ കോറിയുടെ ഫേസ് ആണ്, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും അതൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ മനസ്സിനുള്ളിൽ പറയുകയാണ്, എനിക്ക് ഞാൻ വായിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ നീ വായിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ എന്റെ രീതിയിൽ തന്നെ വായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. രണ്ടുപേരും ചേർന്ന് വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കോറി തകർക്കണിരുന്നു, ആരുമേ തകർക്കണം. ഇങ്ങനെ വായിച്ച് വായിച്ച് അവസാനം വന്ന ജഡ്ജസിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുതിയ നോട്ട്സ് ഒക്കെ ട്രൈ ചെയ്തത് ഓഡിയൻസ് എല്ലാവരും ഭയങ്കര ക്ലാപ്പ്. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മളുടെ കോറി മയങ്ങി വീഴുകയാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്.